എന്നുള്ളത് എടുക്കാൻ പറ്റുന്നതാണ് എസ്റ്റിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് എഫ്ഐആർ എന്ന് പറയുമ്പോൾ പേപ്പർ വാട്ടർ ഉപയോഗിച്ച് എടുക്കാൻ പറ്റുന്നതാണ് ക്ലാസ് എഫ്ഐആർ എന്ന് പറയുന്നത്. ഡീസൽ ബിഫയർ എന്ന് പറയുമ്പോൾ പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, പെയിന്റ് ഇതൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് ബിഫയർ എന്ന് പറയുന്നത്. സീഫയർ എന്ന് പറയുമ്പോൾ പിന്നെ ലിക്വിഡ് ഫയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സീഫയർ. പിന്നെ ഡീഫയർ എന്ന് പറയുമ്പോൾ മെഗ്നീഷ്യം, പിന്നെ അലുമിനിയം അങ്ങനെയുള്ളതാണ് ഡീഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ്റ്റിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എ ഫയർ, ബി ഫയർ, സി ഫയർ. അതായത് നമ്മൾ എസ്റ്റിബ്യൂഷൻ കാണുന്നത് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അത് എ ഫയർ, ബി ഫയർ, സി ഫയർ ഇത് ഒരു പൗഡർ ടൈപ്പ് ആണ്. ഇത് 1 ഇയർ വാലിഡിറ്റി ആണ് ഈ എസ്റ്റിബ്യൂഷനുള്ളത്. ഗേജ് ആണ്, പ്രഷർ ഗേജ് ആണ് ഇത് അറിയപ്പെടുക. അതായത് ഇത് ഗ്രീനിൽ ഉണ്ടാവുമ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് റെഡിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പ്രഷർ ഉണ്ടാവില്ല, പ്രഷർ ടോളറേറ്റ് ഹൈ പ്രഷർ ആണെന്നുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം.